കണ്ടാ എൻ്റെ ഒരു ആഗ്രഹം പ്രാവിനെ കയ്യേറ്റ് പിടിക്കണമെന്ന്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് പ്രാവിനെ കയ്യേറ്റ് പിടിക്കണേ നോക്കി എന്താ. അപ്പൊ കണ്ണൂർ സീനത്തിന്റെ ആരാധകനല്ലേ ജി? സെലിം കോടത്തിൽ ബാപ്പുവിന്റെ അടിപൊളി. 3 ആളിനെ അടിപൊളി. വെച്ചോക്കെ ഇപ്പൊ വെച്ചരാ അന്നെ പരിചയപ്പെടുത്തട്ടെ. മാറൂട്ടാ ജോക്കറിന്റെ മൂക്ക് പോലെ ആയിരിക്കും. നല്ല രസം ഉണ്ടാവും. മറ്റേ ഇതിനെ പിടിക്കാൻ നിൽക്കുകയാണ്, എന്താ പറയാ, കടന്നലിന്. കുളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കണ പോലെ കടന്നലിനെ പിടിക്കാൻ നിൽക്കണേ. അതന്നെ ഇപ്പോൾ എൻ്റെ ഒരു അനിയനെ കാണിച്ചു തരാണ്. അവന് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഒരു പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ എന്ന്. ഒരിക്കലും അങ്ങനെ അല്ല കേട്ടോ. ജസ്റ്റ് ഈ സ്ക്രീനിലൂടെ എൻ്റെ അനിയനെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കണതാണ്. അപ്പോൾ അവനൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആരും നെഗറ്റീവ് ചിന്തിക്കരുത്, ഒരാളും ചിന്തിക്കരുത്. അങ്ങനത്തെ ഒരു വാക്ക് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് അവനെ പോയി കണ്ട് പരിചയപ്പെട്ടാലോ. കേട്ടോ, ഞങ്ങളിവിടെ ആദ്യം താമസിച്ചതല്ല കേട്ടോ. എന്താ ഇവിടെയാണ് ആദ്യം താമസിച്ചത്. ഇവിടെ വീടൊക്കെ ജസ്റ്റ് പറമ്പായിരുന്നു. നല്ല ഭംഗിയുള്ള വീട്. ഈ വഴിയിൽ ആ വീട്ടിലാണ് വാടക താമസിച്ചത്. കുറേ ഭാഗം പൊളിച്ചോ എൻ്റെ മോനെ, പൊളിച്ചെടുത്തിക്കണല്ലോ അവിടെ. ഞാൻ ഒരു താരത്തിന് ഞങ്ങളുടെ ഒരു അനിയനാട്ടാ, അവനോട് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിക്കണത്. എന്താ ഞങ്ങളിവിടെ താമസിച്ചത് വാടകയ്ക്ക് മുന്നേ. സാബറേ അവനെ പരിചയപ്പെടുത്തി തരാട്ടാ. എന്താ ഇവിടെ ഞാൻ ഇവിടെ എൻ്റെ റൂം ഇവിടെ ആയിരുന്നേ. ഇതൊരു ഫുള്ളൊരു ഹാളായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന അവരുടെ വീടാണ് ആ കാണുന്നത്. അവിടെ പാർപ്പിടും. അപ്പോൾ അതിൻ്റെ തേപ്പായതുകൊണ്ട് ഇവിടെ മാറിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ സാബർ ഷെയ്ക്കൻ്റെന്ന്. പണിക്ക് വരുന്നോ? പണിക്കാരുണ്ടെന്നോ? ആ മഞ്ഞ ഷർട്ട് എന്തിന്? പെയിന്റ് അടിക്കാനാ? അടിപൊളി. ഞാനാ എൻ്റെ അനിയനല്ലേ? എൻ്റെ പേരെന്താ? സാബർ അല്ലേ? നോക്കിക്ക കൂട്ടുകാരന്മാരെ നോക്കിക്ക. കണ്ടാ കൂട്ടുകാർ കുറേ കൂട്ടുകാരുണ്ട്. ഒരു ആയ കാണിക്കണേ, ഒരു ആയ കാണിച്ചാൽ കൂട്ടുകാർക്ക് ഒരു ആയ കാണിക്ക്. എൻ്റെ അനിയൻ കേട്ടോ. എന്തോടെ അത് പൊളിച്ചല്ലോ ബോർഡാ? അത് എന്തിൻ്റെ ബോർഡാ? വാട്ടക്കണ ഇതൊരു മടിക്ക്. ആരോടി എന്തിന് എന്തിന് തല്ലോടി? എന്തിന് തല്ലോടി? ഇവർക്ക് എത്ര വയസ്സുണ്ടോ മാ? എൻ്റെ ചെക്കനെ താടി വീശ. എനിക്ക് എന്ത് താടി വീശാണ്? പിന്നെ വേറെന്താ വർത്താനം? വേറെന്താ വർത്താനം? എൻ്റെ സുഖാണ്. അതിന് ഒരു വായിലിടണേ ഇറച്ചിന്നാ? 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 ഇറച്ചി പോലെ താനാ? എന്താ കൂന്തളാ? ആ കൂന്തള ഒന്ന് ആണോ? തട്ടാണിയാ? എന്താണ് എന്റെ മനയാണ് വിളിക്കുന്ന കേട്ടോ. പിന്നെ ഈ സാബറേ ഈ വീഡിയോ കാണുന്ന കുറെ ആൾക്കാരല്ലേ എന്റെ സുഹൃത്തുക്കളാ. ആ കഴിക്കാം. പാട്ടാ? പാട്ടുണ്ടല്ലോ, നല്ല പാട്ടുണ്ട്. ഇപ്പളാ കുറച്ചിൻ്റെ എടുത്താ അവരെ. എന്നെ പരിചയപ്പെടുത്തട്ടെ അവർക്ക്. എന്നെ പരിചയപ്പെടുത്തണ്ടേ? ഇവനെ പണ്ട് ഞാൻ നല്ല പേടിപ്പിക്കില്ല. നല്ല പേടിപ്പിക്കില്ല അവനെ.
പേടിച്ച് കരഞ്ഞില്ല എന്നെ പേടിപ്പിച്ചിട്ട് പണ്ട് അല്ലേ എൻ്റെ അമ്മ ഒന്ന് ചോദിച്ചിട്ട് എന്തിനാ അവനെ കരയിച്ചെന്ന് എന്തിട്ട് കാലുമേ പന്ത് കളിച്ചിട്ടാ എവിടുന്ന് പന്ത് കളിച്ച് ഓല തട്ടിട്ടാ എന്താണ് ആയിക്കോട്ടെ ക്യാമറ ആയിക്കോട്ടെ എന്താ വെച്ച് കൂന്തളും ചോറ് വെച്ചാ വയറടച്ച നോട്ടെ വയറോട്ടെ ഐ വയറ് ഉള്ളായിക്കടല്ലേ പാട്ടച്ചര മാപ്പിള പാട്ടാ മാപ്പിള പാട്ടൊക്കെ ഇതിലില്ല അജ് കണ്ണൂർ സീനത്തിന്റെ ആരാധകനല്ലേ ജി സെലിം കോടത്തിൽ ബാപ്പുവിന്റെ അടിപൊളി മൂന്നാളിനെ അടിപൊളി വെച്ചോക്കെ ഇപ്പൊ വെച്ചരാ അന്നെ പരിചയപ്പെടുത്തട്ടെ അന്നെ പരിചയപ്പെടുത്തണ്ടേ നല്ല രീതിയിൽ പരിചയപ്പെടുത്തണ്ടേ ആക്കി വാച്ചോണ കേട്ടെ നല്ല ഭംഗിയുണ്ട് അവൻ്റെ അതിന്റെ കാലിനെന്താ കുഴപ്പം അതിന്റെ കാലിനെന്താ കുഴപ്പം കൈയിട്ട് ഇട്ടോട്ടെ കയ്യിലിട്ടെ നോട്ടെ എന്ത് ഇജ്ജ് വലത്തെ കയ്യിൽ വാച്ചിട്ട ഞങ്ങൾക്ക് വലത്തെ അത് തിരിച്ചിട്ടാ ഇട്ടിക്കണത് കുഴപ്പമില്ല എൻ്റെ കൈമ നല്ല സാധനം നല്ല രസം കാലുമ തെറ്റിയാ കാലുമ എന്താ എൻ്റെ കാലുമേ നീര് കയറിയാ എങ്ങനെ നീര് കയറിയേ എന്നാ നോക്കി നടക്കണ്ടേ മരുന്ന് മേടിക്കണം കെട്ടണ മരുന്നേ മണിട്ട് വരുമ്പോ കടലിൽ വരുമ്പോ ഞാൻ മേടിച്ചിട്ട് വരാം കേട്ടാ നമുക്ക് നല്ല അത് നന്നായിട്ട് വേനിക്കുണ്ട് എനിക്ക് അത് റെഡി ആകും കേട്ടാ ഇതിന് വേജാറ് ഞാൻ ചേർക്ക് പിന്നെ വേറെന്താ മുടി വെട്ടിയേച്ചി മുടി വെട്ടിയാ വയറും സിദ്ധിക്ക് കയറിട്ടി എവിടെ ആ വീട്ടിലാ വയറിട്ടാ വയറും കയറിട്ടി വയറ് കയറിത്തിയാ സിദ്ധിക്ക് എന്തിന് ആ പോയൊക്കെ ജി അടിപൊളി അത് കൂട്ടാക്കില്ല സിയാബ് കൂട്ടാക്കൂല്ലേ കുഴപ്പമില്ല അത് റെഡിയാക്കാം നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നല്ലേ ആ ജമ്പാരനെ വിളിച്ചിട്ടേ നമുക്ക് റെഡിയാക്കാം അന്ന് ബജാറുണ്ടെങ്കിൽ കേട്ടാ എന്ത് ആരും ഉണ്ട് എന്ത് പറ്റില്ല പാട്ട് പറ്റിയാ അനക്ക് എത്ര പാട്ട് പൊട്ടി പഠിച്ചിട്ടുണ്ട് ഒക്കെ പൊട്ടിച്ചോളിയാ മറ്റേ ഇതില്ലേ അയ്യൻ തെക്കിട്ടേ ഇതിന് പാട്ട് പൊട്ടി എറിഞ്ഞു പൊട്ടിക്കണതിനാ വലിയ കുട്ടിയായില്ലേ ജി വലിയ കുട്ടികളെ അങ്ങനെ ചെയ്യാൻ പാടില്ല ചേട്ടാ നല്ല ഭംഗിയുണ്ട് എനിക്ക് വെച്ചിട്ടുണ്ട് ഭംഗിയില്ലേ അത് തിരിച്ചിട്ടാ എടുക്കണേ ഞാൻ കറക്റ്റായിട്ട് ഇട്ടുതരാം വലത്തെ കയ്യിൽ കെട്ടരുത് ഇടത്തെ കൈ കെട്ടണം കേട്ടോ ആ കൈ അങ്ങനെ തന്നെ അതന്നെ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്പിട്ടെ എൻ്റെ ക്ലിപ്പിട്ടെ അയ്യോ 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 നോക്കിക്കേ ഇപ്പം എന്ത് ഭംഗിയുണ്ട് എനിക്ക് വച്ച് കണ്ട ഭംഗിയില്ലേ ഉണ്ടോ ഇപ്പോൾ എത്ര സമയമായി 2 മണിയായി അല്ലേ 2 മണിയായില്ലേ രസമുണ്ടല്ലോ എനിക്ക് ഓക്കെ 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 എനിക്ക് ഇവരോട് എന്തെങ്കിലും പറയണ്ട പറഞ്ഞു നമുക്ക് സുഖമാണോ ചോദിക്കേ സുഖമാണെങ്കിൽ അവർ മറുപടി തരും ചോദിച്ചു നോക്കി അങ്ങനെ വെച്ചാൽ എനിക്ക് എന്നോട് ഒന്നും ചെയ്യാൻ പറയാം എന്നെ കുറേ ആൾക്കാർ അന്വേഷിച്ചെന്ന് പറയാം ഉപ്പാനെ മാത്രം സംസുക്കാന്ന് വിളിക്കും ഉമ്മാന് ഇന്നെ ഫസീനെ ഒക്കെ ജംസീറെ റിയാസെ സബീറ ഉമ്മാനെ അല്ലേ എനിക്ക് സംസുക്കാനെ പേടിയാ പേടിയുണ്ടോ എനിക്ക് എന്താ പുറകിരിക്കണ് കണ്ട കണ്ട ആടാ എൻ്റെ കുണ്ടി പൊട്ടിക്കോ
പോയി വെറുതെ പറയാം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ വാച്ച്. പിന്നെ നല്ല മീശയാണല്ലോ. കണ്ട മീശ കണ്ടിട്ട് കൊതിയാവണേ. എനിക്ക് തരുത് തരുജി എടുത്തോട്ടെ. എൻ്റെ മുടി വെട്ടാനായിക്കണം കേട്ടോ. സുഭാത്താനെ വിളിച്ചിട്ട്. ആരെ? സുഭാത്തിനെ വിളിച്ചിട്ടാ? സുഭാത്തിനെ വിളിച്ചിട്ടാ മുടി വെട്ടുണ്ട്. ഇതിന് പള്ളിയോട് പോയിട്ട് അടക്കാൻ പറ്റുന്നില്ല. അതൊക്കെ കാലിമ കയറ്റം കയറിയിട്ട് നടക്കാൻ കഴിയുന്നില്ലേ? പൊടി വെട്ടപ്പോ അത് നടക്കണമെന്നില്ല. അവിടെ ഇതില്ലേ? ഉരുളില്ല. ഉരുളില്ലേ? എന്ത് അത് അവിടെ കയറ്റാ. അവിടെ കയറ്റം തള്ളിയ കയറില്ലല്ലേ? ഞാൻ ഇവിടെ കറക്കട്ടെ തന്നെ അതിൽ ഇരുത്തിട്ട് നമുക്ക് ഇറങ്ങാം. ഇണ്ടാ കറക്കട്ടെ? കറക്കട്ടാ ഒരു മിനിറ്റ്. ഇപ്പം എന്നെ കറക്കാൻ മൊബൈൽ കളി കൂടുതലായി ഞാൻ അറിഞ്ഞല്ലോ. ശരിയാണോ? ഇത് വെറും പാട്ട് കാരണം എനിക്ക് പാട്ട് പാടാൻ അറിയോ? പാട്ട് പാടാൻ അറിയോ എനിക്ക്? പറ ഡാ പറ പാട്ട് പാടിച്ച്. ഞാനൊരു പാട്ട് വെച്ചാൽ ഞാൻ അതേപോലെ പാടിച്ച്. പാടുവോ? ദേഷ്യം പറ്റി എനിക്ക് എന്തൊക്കെ പോയിരിക്കുന്നു. സബീറാൻ്റെ പോണട്ടാ. കണ്ടു കഴിഞ്ഞോ ഇവിടെ വെക്കടാ പറയുമ്പോ പെടുന്നുണ്ട്. സബീറ എവിടെ? കൂർക്ക് വെച്ച് ഉറങ്ങിയ? അല്ല പാട്ടാ? പാട്ടുണ്ടല്ലേ ഇത്? ഞാൻ അന്നെ വീഡിയോ എടുക്കല്ലേ പിന്നെ അതിനെതിരെ പാട്ടൊക്കെ ഞാൻ കോപ്പിറൈറ്റ് വരും കുട്ടിയെ. അതുകൊണ്ടല്ലേ അന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ട് തരാം. ഉണ്ടാ നമുക്ക് ഉണ്ടാ. ഓ തുമ്മല. ഇതെന്താ? ഇതെന്താ? വെള്ളം വിളിച്ചനെ? ഉറങ്ങാനാ? അന്നെ കൊണ്ട് എടുത്തണ അതിനെ? ബാ അന്നെ എടുത്തോണ്ട് ബാടാ. എന്നെ എടുക്കട്ടെ? എടുക്കും ഉറപ്പല്ലേ? ഓനെ എടുക്കാൻ അവനക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഓനെ എടുക്കാം. എനക്കൂടെ കിടക്കാനാ? ഇവിടെ കിടക്കജി. അല്ലോയ് ചെക്കനെ വെയിറ്റ് ഉണ്ടല്ലോ. നമുക്ക് ഉറക്കം പറ്റാ? അല്ല അവിടെ കിടക്കണ? ഫാൻ ഇടണ? ചൂടുക്കുണ്ടോ എനിക്ക്? വാ നമുക്ക് ഫാൻ ഇടാം. വയോ നമുക്ക് ഒന്നിച്ച് കിടക്കാം. വയോ വാ നമുക്ക് ഒന്നിച്ച് കിടക്കാം. വാ വേറെ കുട്ടിയെ വാ നമുക്ക് ഒന്നിച്ച് കിടക്കാം. ഇല്ല വാ കിടക്കൂലേ? അടിപൊളി പാട്ടോ. നമുക്ക് ചൂടുക്കണില്ല കുട്ടിയെ? ചൂടുക്കണില്ല? തലകണ ഉണ്ടോ എനിക്ക്? അടിപൊളി തലച്ചേ. ഇത് ഉറങ്ങാൻ പോയി എന്നാ തലച്ചോ? ഇത് തലയാണ് മൊത്തം ചളിയാണല്ലോ സാബറെ. വെറുതെ തുമ്മണേ ജി. ഞാൻ ടബിൽ വെച്ചത് തന്നെ. തല നോക്കൂ ഒരു മിനിറ്റ്. എൻ്റെ ഇതെന്താ ഇത്? പുതപ്പുണ്ട്. പുതപ്പ് ഇരിക്കട്ടെ. എടാ അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ ടാറ്റ. ഇടത്തെ കൈയില്ല വലത്തെ കയ്യാ? ഓക്കെ ബൈ ബൈ. ഒരു ടാറ്റ പറഞ്ഞ എല്ലാവർക്കും. ടാറ്റ ടാറ്റ അല്ലേ? ഓക്കെ. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ മൊബൈൽ കറക്റ്റ് മൊബൈൽ പിടിച്ചേ. പിടിക്കേ ക്യാമറ കണ്ണു പിടി.
ഒരിക്കലും കണ്ട കണ്ട ഇതൊക്കെ ആരെ ആരത് ആര് പറഞ്ഞു ഇത് നോക്കി 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 ഇതുണ്ടോ എൻ്റെ അമ്പോ. അപ്പോൾ ആദ്യമായിട്ട് പ്രാവൊക്കെ കൈമിരുന്ന് ഏണ്ട് പൊളിയല്ലേ. അപ്പോൾ അവരെ വീട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കറക്റ്റ് കണ്ടില്ലല്ലോ വീട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ലെവലിൽ വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. തുടക്കം മുതലേ ഈ ലെവലിൽ വീഡിയോ എടുത്തോണ്ടാണ് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതെന്താ ഇതാണ് അവരുടെ വീട്. ഇപ്പോൾ തേപ്പും പെയിൻ്റടി അയ്യൻ്റെ പോയി തേപ്പും പെയിൻ്റടി നടക്കണം ഉള്ളിൽ. ഓക്കെ എന്താ ഇവിടെ ഇതാണ് അവരുടെ വീട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ വീട്. ഉള്ളിൽ കണ്ടില്ലേ. അപ്പോൾ തേപ്പ് നടക്കണോണ്ടാണ് അവരവിടെ മാറിയത്. ഇല്ലാത്ത പോട്ടെ ഇല്ലാത്ത പോട്ടെ കയ്യ ആ പറ്റില്ല വലത്തെ കയ്യ നരച്ചില്ല മുടിയൊക്കെ മുടി എങ്ങനെ നരച്ചങ്ങടെ എവിടെ കിടന്നില്ലേ വേറെ കിടന്നുള്ളതാ ഒന്നും കാട്ടൊന്നുമില്ല. എവിടെ എവിടെ ഒന്നും കാട്ടണ നിങ്ങൾ ഇവിടെ അടങ്ങുന്നേ കുത്തൂത് ഇല്ല പറയില്ല കുത്തൂത് ഇല്ലാന്ന് കുത്തുപ്പ എവിടെ ഇല്ലാത്ത കാണിച്ചെന്ന് കാണിച്ചാ മതി. ഒക്കെ ഞാൻ ഇപ്പൊ പിടിച്ചക്കത്ത് അത് കുത്തുന്ന് പറയുമ്പോ ഇല്ലാന്ന് പറഞ്ഞില്ലേ. മൂക്കൊക്കെ മറ്റേ പഴം മുഴിക്കാൻ പോലെ ഉണ്ടാവൂട്ടാ. അലക്കെ ഉണ്ടാവും. പഴം പുഴുങ്ങിയ പോലെ മൂക്കിന്റെ മൂക്ക ജോക്കർ മൂക്കായി മാറൂട്ടാ. ജോക്കറിന്റെ മൂക്ക് പോലെ ആയിരിക്കും. നല്ല രസം ഉണ്ടാവും. മറ്റേ ഇതിനെ പിടിക്കാൻ നിൽക്കുകയാണ്. എന്താ പറയാ കടന്നലിന് കുളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കണ പോലെ കടന്നലിനെ പിടിക്കാൻ നിൽക്കണം. ഓ കുത്തി കുത്തി അതന്നെ അതന്നെ വീടിപ്പ അത് അതിനെ ഉപദ്രവിക്കുമ്പോഴാണ് അത് തിരിച്ചു ഉപദ്രവിക്കണത്. ഇത് മുണ്ടാന്നാ നോക്കട്ടെ. അതാ കണ്ട് 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 ഇതിങ്ങനെ പിടിച്ചു ഇതിങ്ങനെ പിടിച്ച ഇതിങ്ങനെ പിടിച്ചു. ഇത് കിട്ടുപ്പോ പണി ഇല്ല പണിയില്ല. ഇജ്ജ് അങ്ങനെ പിടിച്ചോ. ഇജ്ജ് അങ്ങനെ പിടിച്ചോ. ആ പിടിച്ച് 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 ഈ ഓട്ടറുള്ളിൽ കേട്ടോ. കണ്ട് ഞാൻ കണ്ട് സാധനം കണ്ട്. എവിടെ എന്താ ഇത് ഞാൻ പിടിച്ചോട്ടോ. എൻ്റെ പൊള്ളി കൊല്ലല്ലേ കൊല്ലല്ലേ അതിനെ കൊല്ലരുത്. കൊല്ലല്ലപ്പാ. അത് എന്ത് സ്വഭാവമാണ്. കിട്ടിയില്ല കൈമുക്ക്. ആ കുത്തി കുത്തി കൈമ കുത്തി കൈമുത്തി അല്ല കിട്ടി കിട്ടി. ഇതിൽ കടന്തലാ ഫുള്ള് കടന്തല. എൻ്റെ കൈമ കുത്തി ചെറുതായിട്ട്. കാരണം ഈ തുണി കട്ടി കുറഞ്ഞ തുണിയായ കാരണേ കടിച്ച് കടിച്ച് എവിടെച്ച് ഇതെവിടെയും കിട്ടി. ഞാൻ അപ്പോളേ പറഞ്ഞ് ഇനി അവിടെ ഇല്ല. ഇതിലാണുള്ളത്. ഇപ്പോൾ അല്ല വെള്ളത്തിൽ മുക്കണ്ട. ഇല്ലല്ലേ പറയുമ്പോ അതിനെ കൊല്ലരുത്. എന്ത് വർത്താനാണ്. കുത്തിക്കോട്ടെ ഉപദ്രവിച്ചു കഴിഞ്ഞല്ലോ കുത്തുന്നത്. നിങ്ങൾ ഒരാളെ കാട്ടി കഴിഞ്ഞല്ലോ നിങ്ങൾ ഉപദ്രവിക്കുള്ളൂ. ഇവിടെയും കടിച്ചു ഇവിടെയും കടിച്ചു. നന്നായുള്ളൂ കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടണം കിട്ടിയില്ലോ ഇതുണ്ടോ. ഏയ് വാ വാ അങ്ങനെ തന്നെ ആണോ. ആ വേനിക്കട്ടെ. ഒരു പാവ ജീവിനെ കൊണ്ടിട്ടുണ്ടല്ലോ.
അതിലില്ല പറക്കാൻ. എന്താപ്പാ കൊല്ലല്ലപ്പാ, ഇതൊന്നും പോടെ ചെക്ക. കൊല്ലല്ലപ്പോ ഏറ്റവും കണക്കിന് കിട്ടാ. കടന്തല് കണ്ട അതിന്റെ കുടുംബത്തിനെ ഫുള്ള് കൊന്നു തീർത്ത്. കടന്തലുണ്ടോ? ആ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഇതിന്റെ വാക്ക് കേട്ടിട്ട് അതിനെ കൊന്നു കളഞ്ഞു. കണ്ടാ ഫുള്ള് ചത്ത്. എന്താ നീ കുത്തൂല കേട്ടാ, നിങ്ങളാരെയും കുത്തൂല. ഉണ്ടോ അതിന്റെ കൂടിതാ കൂട്. ഞാൻ നോക്കുമ്പോഴേ ഒരു കടന്നലിന് മാത്രം ജീവനുണ്ട്. കയ്യേറ്റ് പിടിക്കാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചവിട്ടി അരിച്ചതിൻ്റെ ഇതൊക്കെ ഇട്ടിരിക്കുക. പിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ കൈമ കൊള്ളും. അപ്പോൾ ഉപ്പ അവിടെ ഇരുന്നിട്ട് ഓരോന്നിനെ ചവിട്ടിയിരിക്കുക. അപ്പോൾ ഞാൻ ചെറിയ കൊള്ളി കഷ്ണം കിട്ടി, അതായിട്ട് അത് വടിമ ഈ ചെറിയ കൊള്ളി കഷ്ണത്തിന് പിടിച്ച് കഴിഞ്ഞാൽ അതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാരിച്ച് എല്ലാ ദൂരത്തോട് അതൊരു രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവസാനം എന്തായി, ഉപ്പ അത് കണ്ട് ഞാൻ ചെയ്യണത് ഒരൊറ്റ ചവിട്ടാ അതിനോട് കൊന്നു കളഞ്ഞ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ ട്ടാ. ഇത് തരാമിൻ്റെ കുട്ടി എന്ത് ചെയ്തു, പാടത്തുനിന്ന് ബക്കറ്റിൽ കറന്നലായിട്ട് എന്ത് കളിയാണ് കളിച്ചേ? ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയനെ കാണിക്കുക, അല്ല വേറെ പർപ്പസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ചോദിക്കും അവനെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ജന്മന അവന് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫുള്ളായിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും മറ്റേ എന്താ പറയുക, ആ പർപ്പസ് അല്ലേ ഇത്. അപ്പോൾ പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ പരിചയപ്പെട്ടവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് പോയിട്ടുള്ളൂ. കാരണം വെച്ചാൽ അവൻ്റെ ചില നേരത്തെ സംസാരം അയ്യോ നമ്മളെ ചിരിപ്പിച്ച് കളയും. ഉപ്പയായാലും ഉമ്മയായാലും ഞാനായാലും ഭയങ്കര രസമാണ് ചില നേരത്തെ സംസാരം. ആ വീഡിയോയിലൂടെ നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഭയങ്കര സ്നേഹം കേട്ടോ. അവനിപ്പോൾ എത്ര 24 വയസ്സായിട്ടുണ്ട്. പക്കയാണ്. പിന്നെ അതിലൊരു കടന്നലിനെ കൊല്ലുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവർക്കും ചിലപ്പോൾ അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നിയിട്ടുണ്ടാവും, ആ മിണ്ടാപ്രാണിനെ കൊല്ലുന്നത്. പക്ഷെ അതിനെ കൊല്ലാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ പേര് സാബർ എന്നാണ്. സാബറിന് അവൻ്റെ ഉമ്മാൻ്റെ താത്താനെ പിന്നെ ഇവരൊക്കെ കടന്നൽ കുത്തിയത് കൊണ്ട്, അവിടെ പോയിട്ട് കടന്നൽ കുത്തിയത് കൊണ്ട് തന്നെ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊന്നതാണ് ഉപ്പ. ഉപ്പാക്കും കിട്ടി കുത്ത്. കാരണം ഉപ്പ എന്താ വെച്ചാൽ ആ തുണി പിടിച്ചിട്ട് അതിനെ പൊതിഞ്ഞ് അങ്ങനെയാണെങ്കിൽ കൊല്ലാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കൊല്ലാൻ പറ്റില്ല. ആ ഉപ്പാക്കും കിട്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം വിഷമമായി. പക്ഷെ പിന്നീട് അത് ആലോചിച്ചപ്പോൾ വിചാരിച്ചു അത് നല്ലൊരു കാര്യമാണ് എന്നുള്ളൊരു ലെവല്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാബറിനൊക്കെ കുത്തിയപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തോന്നുമല്ലോ കുഴപ്പമില്ലാന്ന്. പിന്നെ ഉപ്പാൻ്റെ കുത്തിയപ്പോൾ പിന്നെ ഉപ്പാനെ ആ വേദന കുറയാൻ വേണ്ടി ഞാൻ കുറേ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ ജോലി ഡ്രൈവിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഉള്ള ടൈമിങ് കിട്ടാറില്ല. പിന്നെ എനിക്കുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ എവിടെ പോയാലും ടൈമിങ് കിട്ടുന്നുണ്ട്. ഇതിന് ടൈമിങ് ഉണ്ട്, എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. എൻ്റെ മൊബൈൽ ഇപ്പോൾ തന്നെ അത്യാവശ്യം വീഡിയോയിൽ ഫുള്ളായി കിടക്കുക. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഫുള്ളാകുമ്പോൾ എന്താക്കും, അതിൻ്റെ സ്റ്റോറേജ് കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് എഡിറ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യും. ഇതാണ് ടൈമിങ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ജോലി തിരക്കാണ്, മിക്കതും ജോലി തിരക്കാണ്, അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ടല്ല. അപ്പോൾ അതാണ് ടൈമിങ് എടുക്കുന്നത്. ഈ ചാനൽ തുടങ്ങിയിട്ട് 3 കൊല്ലം 4 കൊല്ലം 2020 നമ്മുടെ കൊറോണ വന്നില്ലേ, ആ ടൈമിൽ തുടങ്ങിയ ചാനലാണ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കണതും ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എൻ്റെ സ്റ്റോറേജ് ഫുള്ളാക്കി വെക്കും, പിന്നെ കുറേ SD കാർഡിലോട്ട് മാറ്റും. പിന്നെ ആ ശീലം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളെയും കാണിക്കുക, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല കണ്ടൻറ്റിലേക്ക് പോവുക എന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റ.